നമസ്കാരം. ബാർക്കോഴ ആരോപണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ച് സർക്കാർ. SP മധുസൂദനന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ബിനു അന്വേഷിക്കും. പോലീസ് അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിക്കാനാണ് സർക്കാർ നീക്കം. ഡ്രൈഡേ ഒഴിവാക്കാൻ ചുക്കാൻ പിടിച്ചത് ടൂറിസം മന്ത്രിയാണെന്നും 2 മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന ആവശ്യവുമാണ് UDF ഉയർത്തുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതുപോലെ തുടരവെ വിവാദങ്ങൾക്ക് തുടക്കമിട്ട അനിമോൻ ആരോപണത്തിൽ നിന്ന് പിന്മാറി. സന്ദേശം തെറ്റിദ്ധാരണയുണ്ടാക്കി. ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെല്ലാം. പണം ചോദിച്ചത് സംഘടനയ്ക്ക് ഭൂമി വാങ്ങാനാണെന്നുമാണ് അനിമോന്റെ വിശദീകരണം. 2 മന്ത്രിമാർ ആരോപണ വിധേയരായ വിഷയം ഈ തിരുത്തോടെ അവസാനിക്കുമോ? അതോ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമോ? വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരാൻ സർക്കാരിനാകുമോ? പരിശോധിക്കാം. ക്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ശ്രീ VK സനോജ് CPM-നെ പ്രതിനിധീകരിച്ച്, ജിൻഡോ ജോൺ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ഫാദർ ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ, ശ്രീ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ എന്നിവർ ചേരും. അതിനു മുൻപ് ഏറ്റവും ഒടുവിൽ അല്പം മുൻപാണ് അനിമോന്റെ വിശദീകരണം ഈ വിഷയത്തിൽ വന്നത്, തിരുത്ത് വന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി BV അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, 2ാം ബാർക്കോഴ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 2ാം ദിവസം തന്നെ തിരുത്തുണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ അനിമോൻ എന്താണ് വിശദീകരിക്കുന്നത്? എന്ത് സംഭവിച്ചു? ഇത്ര വലിയൊരു ആരോപണം ആയി ഉയർന്ന വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്നതാണ് അനിമോന്റെ വിശദീകരണം. സദ്രേഖയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിഴുങ്ങുകയാണ് അനിമോൻ. സർക്കാരിനെതിരെ ഒരു ആയുധമായി ഇത് മാറുന്നു. സർക്കാരിനെതിരെ ഒരു പ്രധാന പ്രചരണ വിഷയമായി ഇത് മാറുന്നു. താൻ ഉദ്ദേശിച്ചതായിരുന്നില്ല അത്. അതുകൊണ്ട് ഈ തന്റെ ശബ്ദ സന്ദേശം കൊണ്ട് ബാർ ഉടമകൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ സങ്കടങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ രീതിയിൽ പ്രതികരിക്കപ്പെട്ടതിൽ ഖേദിക്കുന്നു എന്നാണ് അനിമോന്റെ പ്രധാന വിശദീകരണം. പണം പിരിച്ചു എന്നുള്ള ആരോപണം അദ്ദേഹം തള്ളുന്നില്ല. പണം പിരിക്കാൻ തുടങ്ങിയത് ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. ബാർ ഹോട്ടൽ ഉടമകളുടെ ആസ്ഥാന മന്ദിരത്തിന് ഭൂമി വാങ്ങാനാണ് പിരിവ് തുടങ്ങിയത്. തന്നെ യോഗത്തിൽ വെച്ച് സുനിൽകുമാർ, സംഘടന പ്രസിഡന്റ്, അധിക്ഷേപിച്ചു. അതിന്റെ മനോവിഷമം കൊണ്ടാണ് ഇത്തരം ഒരു സന്ദേശം ഇട്ടത്. അപ്പോഴും ഈ തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുമെന്ന് കരുതിയില്ല. അതായത് ഈ ബാർ സർക്കാരിന്റെ എക്സൈസ് നയത്തെ സ്വാധീനിക്കാൻ വേണ്ടി പണം പിരിക്കുന്നു എന്ന ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് അനിമോന്റെ പുതിയ വിശദീകരണം. ബാർ ഉടമകൾക്ക് നൽകിയ, അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നൽകിയ പേഴ്സണൽ മെസ്സേജായി നൽകിയ സന്ദേശത്തിനെതിരാണ് ഈ ഒരു വാട്സാപ്പ് സന്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അരുൺ, ഈ ശബ്ദ സന്ദേശം അദ്ദേഹം തന്നെയാണല്ലോ ഗ്രൂപ്പിൽ ഇടുന്നത്. അത് ഈ ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയാണ് എന്നതാണോ അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്? അങ്ങനെയാണ് ഇപ്പോഴത്തെ വിശദീകരണം. ബിൽഡിംഗ് ഫണ്ട് രൂപയുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. അത് കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല. ആധാരം എടുക്കാൻ, അതിന് ആധാരം എഴുതാനായുള്ള പണം തികയില്ല. അതുകൊണ്ടാണ് സുനിൽകുമാർ ഇക്കാര്യത്തിൽ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ മറ്റ് സംഘടന ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള വിമർശനമൊക്കെ ഉന്നയിച്ചു. പക്ഷേ താൻ അത്ര സംഘടന ഉണ്ടാക്കാൻ പോകുന്ന ആളല്ല. ആ സുനിൽകുമാറിന്റെ വിഷമം, അതുപോലെ തന്നെ ഈ പണം തിരിച്ചില്ലെങ്കിൽ സുനിൽകുമാറിനുണ്ടാകുന്ന തെറ്റായ ബോധ്യവും അത് മാറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം ഇട്ടത്. പക്ഷെ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നു. ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. അതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ ഉദ്ദേശം അതായിരുന്നില്ല, അത് സർക്കാരിനെതിരെ ഒരു ആയുധമായി മാറുന്നു, ആരോപണമായി മാറുന്നു കൂടി ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പുമായി അനിമോൻ രംഗത്തെത്തുന്നത്. ഇതിൽ സുനിൽകുമാറുമായിട്ടുള്ള ഭിന്നതയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? സുനിൽകുമാറുമായി ഭിന്നത അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. യോഗത്തിൽ തന്നെ സുനിൽകുമാറും മറ്റു ചിലരും ചേർന്ന് ഈ 2 ലക്ഷം രൂപ ഒരാൾ തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് താൻ പറഞ്ഞു. അങ്ങനെ തരാതിരിക്കാൻ കഴിയില്ല എന്ന് സുനിൽകുമാർ നിലപാടെടുത്തു. അതുകൊണ്ടാണ് സുനിൽകുമാർ തനിക്കെതിരെ നിലപാടെടുക്കുകയും സുനിൽകുമാർ ആ വിഷയത്തിൽ ഇത്തരത്തിൽ താൻ മറ്റു സംഘടന ഉണ്ടാക്കാൻ പോകുന്നു, ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചു. അതിൽ തനിക്ക് വളരെ വലിയ വിഷമമുണ്ടായി. അതുകൊണ്ടാണ് ആ യോഗത്തിൽ സുനിൽകുമാറിനെ സംസാരിക്കേണ്ടി വന്നത്. സുനിൽകുമാറിനെ പേടിച്ച് പണം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് തുറന്നു പറയാൻ തയ്യാറായത്. പക്ഷേ താൻ അതിനെ ചോദ്യം ചെയ്തു. സുനിൽകുമാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ സംഘടനയിൽ അംഗമായ ആളാണ് താൻ. അങ്ങനെയുള്ള ഒരാൾ തന്നോട് ഇത്തരത്തിൽ സുനിൽകുമാർ പെരുമാറാൻ പാടില്ലായിരുന്നു. അതിന്റെയൊക്കെ മനോവിഷമമാണ് തന്നെ ഇത്തരമൊരു ശബ്ദ സന്ദേശം ഇടാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ താൻ ഒരിക്കലും കാര്യങ്ങൾ മാറിപ്പോവുകയായിരുന്നു. ഒരു ആരോപണമായി സർക്കാരിനെതിരെ അത് മാറിയത്, അതിന്
ദുഃഖം കൂടി പറഞ്ഞുകൊണ്ടാണ് അനിമോന്റെ പുതിയ അരുൺ, ഇതിൽ വ്യക്തത വരേണ്ടത് എന്റെ നാണം കെടുത്തി പോലും ഇറക്കി വിട്ടു എന്ന് പറയുന്നു. സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ വലിയ മനോവിഷവും ഉണ്ടായി. സുനിലിനൊക്കെ വരുന്നതിന് മുൻപ് ഈ സംഘടനയിൽ വന്ന ആളാണ് ഞാൻ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം ബോധപൂർവം ഇങ്ങനെ ഒരു മെസ്സേജ് ആക്കി അത് മാറ്റി വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടു എന്നതാണോ അദ്ദേഹം പറയുന്നത്? അങ്ങനെ അനിമോൻ പറയുന്നില്ല. തനിക്ക് അങ്ങനെ വിഷമമുണ്ടായി, തന്നെ അവഹേളിച്ചു. സുനിൽ വിസ്തക്കാര ജില്ലാ ഭാരവാഹികളും കൂടി അങ്ങേയറ്റം വ്യക്തിപരമായി ആക്ഷേപിച്ചു. ഇല്ലാത്ത കുറ്റങ്ങൾ തന്നെ മേൽ ചുമത്തി സമാന്തര സംഘടന ഉണ്ടാക്കാൻ നോക്കി എന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിന്റെ പല ജില്ലയിലും പോയി മീറ്റിംഗ് നടത്തി, സമാന്തര സംഘടനയെ ബന്ധപ്പെട്ട മീറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞു. ഇങ്ങനെ പലരും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അതിനൊന്നും തനിക്ക് നേരവും സമയവുമില്ല. തന്നെ നിർബന്ധിച്ചാണ് ഭാരവാഹിയാക്കിയത്. ഒരു ചുമതലയും താൻ ഉണ്ടാകില്ല. ബിൽഡിംഗ് ഫണ്ട് കാര്യത്തിൽ ആദ്യമേ എതിരഭിപ്രായം പറഞ്ഞതായിരുന്നു. എറണാകുളം സംഘടനയ്ക്ക് ഓഫീസും സ്ഥലവും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാ തിരുവനന്തപുരം ജില്ലക്കാരനാണോ പ്രസിഡന്റ് ആയതുകൊണ്ടാണോ അത്രയ്ക്ക്? മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രസിഡന്റ് വന്നാൽ അവിടെയും ആസ്ഥാനം വേണമെന്ന് പറയുമ്പോൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് താൻ എതിർത്തത്. തീർച്ചയായും അരുൺ, ഇതിൽ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം കൃത്യമായി സർക്കാർ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ പണം കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് അതിൽ പറയുന്നത്. ഒരിടത്തും കെട്ടിടവും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും വരുന്നില്ല. പക്ഷേ ഇതിൽ ഈ വിശദീകരണത്തിൽ മുഴുവൻ പറയുന്നത് ഈ ആസ്ഥാന കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഈ വിശദീകരണത്തിൽ ഒതുങ്ങുമോ കാര്യങ്ങൾ? സർക്കാരിന് പണം നൽകാനെന്ന് ആദ്യ ശബ്ദരേഖയിലും അനിമോൻ പറയുന്നില്ല. പുതിയ മദ്യനയം വരികയാണ്, പരിശോധനകൾ വ്യാപകമായി നടക്കുന്നു, അത് ഒഴിവാക്കാൻ. പക്ഷെ സർക്കാരിന് പണം നൽകാനെന്ന് അനിമോൻ ഈ ശബ്ദരേഖയിൽ ഒരിടത്തും ഡ്രൈ ഡേ ഉൾപ്പെടെ ഒഴിവാക്കപ്പെടും, നമ്മൾ അപ്പോൾ അതനുസരിച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമായി അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നത് മാത്രമാണ്. പക്ഷെ സർക്കാരിന് പണം നൽകാനെന്ന് ഉദ്യോഗസ്ഥർക്കാരെന്ന് അനിമോൻ അത് വ്യക്തമാക്കുന്നില്ല. പക്ഷേ ആർക്ക് പണം നൽകിയാലാണ് ആരെ സ്വാധീനിച്ചത്? ഒന്നുകിൽ രാഷ്ട്രീയ നേതൃത്വത്തെ സ്വാധീനിക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്വാധീനിക്കണം. അബ്കാരി നയത്തിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ, നയം തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി സ്വാധീനിക്കപ്പെടേണ്ടത് ഈ 2 കൂട്ടരുമാണ്. ഇതിനെ CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഉദ്യോഗസ്ഥ വിചാരത്തിൽ മാത്രം തീരുമാനിക്കപ്പെടുന്ന ഒന്നല്ല. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ സംസ്ഥാനത്തെ മദ്യനയം അത് മുന്നണിയുടെ നയപരമായ തീരുമാനമാണ്. മുന്നണിയും പാർട്ടിയും ചർച്ച ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വത്തിനാണോ പണം നൽകിയെന്ന ചോദ്യമാണ് ഉയരേണ്ടത്. പക്ഷേ അവിടെയും അനിമോൻ ഈ ശബ്ദരേഖ വളരെ സേഫായി, ഒരുപക്ഷെ മനഃപൂർവ്വം ചെയ്തതാകാം, ആർക്കാണ് പണം നൽകുന്നത് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സർക്കാരിനും CPM-നും ഒക്കെ ഏറ്റവും ബലം നൽകുന്നത്. ശരി, എന്തായാലും ആഭ്യന്തര പ്രശ്നമാക്കി ചുരുക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിൽ വേണം ഈ വിശദീകരണത്തെ കാണാൻ. നമുക്കൊപ്പം അതിഥികൾ ചേരുകയാണ്. കോൺഗ്രസിൽ നിന്ന് ജിൻഡോയാണ് ആദ്യം നമുക്കൊപ്പം ചേരുക. ജിൻഡോ, ഇന്നലെ വന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് UDF ചേരുകയും വിജിലൻസ് അന്വേഷണം വേണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും മന്ത്രിയുടെ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ ആ ആരോപണത്തിന് വിധേയമായ ശബ്ദ സന്ദേശം ആരുടേതായിരുന്നോ ആ അനിമോൻ തന്നെ ഇന്ന് കാര്യങ്ങളൊക്കെ തിരുത്തിയിരിക്കുകയാണ്. അല്പം മുൻപാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ ഫോണിൽ കിട്ടാത്തതിന്റെ പേരിൽ ഏറെ ബന്ധുജനങ്ങളെ വരെ വിളിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് തിരക്കുന്നതായി താൻ മനസ്സിലാക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമാണ് വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വിശദീകരണത്തിൽ അവർ അവസാനിക്കുന്നത്, എൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതൊന്നും ഉദ്ദേശിച്ചതുപോലെ ആയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഞാൻ മൂലമുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. എന്താണ് ഇനി പ്രതിപക്ഷത്തിന്റെ നീക്കം? ഈ കാര്യത്തിൽ, ഈ ആരോപണത്തിൽ ഇനി കൂടുതൽ പ്രതിഷേധത്തിനോ കൂടുതൽ അന്വേഷണ ആവശ്യങ്ങൾക്കോ ഇടയുണ്ടോ? അല്ല രേണുക, നമ്മളിതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ചു കാലം മുമ്പേ ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സമാനമായൊരു കാര്യം കേരളത്തിൽ സംഭവിച്ചു. അവർ ഒളിവിൽ പോകുന്നു. അതിനുശേഷം അവരുടെ പ്രത്യേക ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. എനിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം, കേരളത്തിലെ സർക്കാരിനോ മറ്റാർക്കോ ബന്ധമില്ല, മാധ്യമങ്ങളിൽ കെട്ടിച്ചമച്ചതാണ്, ബാക്കി മറ്റത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ അവർ പറഞ്ഞു. അതിനുശേഷം പിന്നീട് അവർ തമ്മിൽ തെറ്റിയപ്പോൾ അതിൻ്റെ സത്യങ്ങൾ മുഴുവൻ അവർ വന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ
24 മണിക്കൂറിനുള്ളിൽ 3 പ്രാവശ്യമൊക്കെ വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. ഒരിക്കൽ പോലും കേരളത്തിലെ മന്ത്രിസഭാ അംഗങ്ങളോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ മകളോ ഭാര്യയോ അടക്കം ആരും പോലും അതിനെ എതിർക്കുകയോ ഒരു പരാതി കൊടുക്കുകയോ മാനനഷ്ടം ഫയൽ ചെയ്യുകയോ ഒന്നും ചെയ്ത് നമ്മൾ കണ്ടില്ല. സമാനമാണ് ഈ അനിമോനുമായി ബന്ധപ്പെട്ട വിഷയം. അനിമോൻ എന്തുകൊണ്ട് അനിമോൻ്റെ ഭാഗത്ത് ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ ആണെങ്കിൽ അനിമോൻ അത് ഇന്നലെ പറയാമായിരുന്നു, ഇന്ന് എത്രയോ സമയം ഉണ്ടായിരുന്നു പറയാൻ. എന്തുകൊണ്ടാണ് ഇത്രയും സമയം മാറുന്നത്? അതായത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ക്യാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറിയിൽ ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് കൊടുത്ത ക്യാപ്സ്യൂളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ബാർ മുതലാളിമാർക്ക് അനുകൂലമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള നയപരിപാടികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പണം സ്വരൂപീകരണം നടന്നിട്ടുണ്ട്. അനിമോന്റെ വാക്കുകളിൽ നിന്ന് അതൊക്കെ വ്യക്തമാണ്. ഈ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടും ഇവരുടെ അസോസിയേഷൻ മീറ്റിംഗ് കൂടി ഇത് കെട്ടിടം പണി നടത്താനൊന്നുമല്ല. ഇവർ ബാറ് കച്ചവടക്കാരും മദ്യ കച്ചവടക്കാരാ, കെട്ടിടം പണിക്കാരൊന്നുമല്ലല്ലോ. അപ്പോൾ അതൊക്കെ പിന്നീട് ഉണ്ടാക്കുന്ന മറ്റ് അജണ്ടകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് അവർ സർക്കാരിനെയും മന്ത്രിയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന അവരുടെ വാഗ്വിലാസങ്ങൾ മാത്രമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത് CPM-നോട് കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രതിഷേധത്തെയോ CPM-നോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ബാർക്കോഴ ആരോപണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ബാർ ഉടമ നേരിട്ട് നടത്തിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു. അതിന് ആ നിലയിലുള്ള ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ ഉണ്ടായതല്ല, ഒരു ശബ്ദ സന്ദേശമാണ്. അതിൽ കൃത്യമായി അത് ആർക്ക് എങ്ങനെ കൊടുക്കുന്നു എന്നോ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതുപോലും നിഷേധിക്കുകയാണ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവിനെ കുറിച്ചാണ് പറഞ്ഞത്. സംഘടനയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അവിടെ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. ആ ഒരു മാനസികാവസ്ഥയിൽ ഇട്ടുപോയതാണ് അല്ലെങ്കിൽ പറഞ്ഞു പോയതാണ് എന്നൊരു പ്രസ്താവന അയാളിൽ നിന്ന് തന്നെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ അടങ്ങണ്ടേ? രേണു, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ഇതിനു മുമ്പ് നിങ്ങൾ പറയുന്ന ബാർക്കോഴ ആരോപണം ഉണ്ടല്ലോ, KM മണി സാറിനെതിരെയൊക്കെ ഉണ്ടായിരുന്ന ബാർക്കോഴ ആരോപണം, അത് മനഃപൂർവ്വമായിട്ട് ഒരു ബാർ മുതലാളി വന്ന് ചാനലുകളുടെ മുമ്പിൽ പറയുകയാണ് ഇങ്ങനെ ഞങ്ങളോട് പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആരോപണമാണ്. മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് പറയുന്നതാണ്. ഇതങ്ങനെയല്ല. യാദൃശ്ചികമായിട്ട് അനിമോനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാവിന്റെ ഭാഗത്തുനിന്ന് യാദൃശ്ചികമായിട്ട് അബദ്ധത്തിൽ വരുന്നതാണ്. ഏതായിരിക്കും കൂടുതൽ വിശ്വാസയോഗ്യമായിരിക്കുക എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തത്, അന്ന് ബാർ മുതലാളിമാർക്ക് ഗുണകരമായിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ബാർ മുതലാളിമാരുടെ ഒപ്പം നിൽക്കാത്തതിന്റെ പേരിൽ ആ സർക്കാർ എത്രത്തോളം ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ബാർ മുതലാളിമാർക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബാർ മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം നടക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 29 ബാറുകളാണെങ്കിൽ ഇന്ന് 900-ഓളം ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. പുതിയ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 130 ബാറുകൾക്ക് അധിക ലൈസൻസ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു വലിയ ആരോപണം ഉയർന്ന് അത് പിൻവലിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. കൂടുതൽ മദ്യം ആരൊഴുക്കുന്നു, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് നമുക്ക് വരാം. ജിൻഡോ, ഒന്ന് ക്ഷമിക്കുക, ഞാൻ പ്രാഥമികമായി ഈ വിഷയത്തിൽ VK സനോജിന്റെ കൂടി പ്രതികരണം ഒന്ന് തേടിക്കോട്ടെ. ശ്രീ VK സനോജ്, ഇന്നലെ ഉയർന്ന ഈ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച ആ ശബ്ദരേഖ, അതിന്റെ ഉത്തരവാദിത്വം അനിമോൻ എന്ന വ്യക്തി തന്നെ നിഷേധിക്കുകയാണ്. ഒരു കുറിപ്പിലൂടെയാണ് അത് നിഷേധിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം എല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടതാണ്, നവമാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടതാണ്. പക്ഷെ ഒരു കുറിപ്പിലൂടെ അത് നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് മാത്രം ഇതെല്ലാം കെട്ടടങ്ങുമോ? അല്ല, അനിമോൻ നിഷേധിച്ചതുകൊണ്ട് നിഷേധിക്കുകയോ നിഷേധിക്കാതിരിക്കുകയോ ഒന്നും നമ്മുടെ കാര്യമല്ല. ഇവിടെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർ പറയുന്നത് ഡ്രൈ ഡേ പിൻവലിക്കും. അപ്പം അത് പിൻവലിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കാശ് കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് പുതിയ മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അങ്ങനെ ഗവൺമെൻറ് ചർച്ച നടത്തിയിട്ടില്ല. ഗവൺമെൻറ് അതിനെക്കുറിച്ച് പ്രാഥമികമായി ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് വാർത്ത പ്രചരിപ്പിക്കുകയാണ് കുറച്ച് മാധ്യമങ്ങൾ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഈ 2 ദിവസമായിട്ട് അത് ഇന്നലെയാണ് ഈ ശബ്ദ സന്ദേശം വന്നത്. ശബ്ദ സന്ദേശം വരുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ ഈ ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനൊരു ശബ്ദ സന്ദേശം ഒരു ബാർ മുതലാളി അവരുടെ അസോസിയേഷൻ ഗ്രൂപ്പിൽ ഇട്ടത്.
അപ്പം അത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് അത് ഗൗരവമായി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. ഗവൺമെൻറ് ആലോചിക്കാത്ത ഒരു വിഷയം പത്രത്തിൽ വരുന്നു, ആ പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ബാർ മുതലാളിമാരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ രൂപീകരണം നടത്തുന്നു, അതിന് ചില ആളുകളെ സ്വാധീനിക്കാനുണ്ട് എന്ന് വ്യാജമായ ചില പ്രചരണം നടത്തിയിട്ട് പണം പിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു തെളിവാണിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ തെളിവ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാള് അനിമോൻ എന്ന് പറയുന്ന ആള് ഇന്ന് നിഷേധിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം എന്നതാണ് സനോജ്. ഇതിലൊരു കാര്യം ഇന്നലെ മന്ത്രിയും വിശദീകരിച്ചു. ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല എന്ന തരത്തിലാണ് മന്ത്രി പറയുന്നത്. പക്ഷേ വസ്തുത അതല്ല എന്ന കാര്യം ഉണ്ടല്ലോ. ടൂറിസം മന്ത്രിയും വകുപ്പുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകൾ ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നത് സംബന്ധിച്ചാണ് അവർ നിർദ്ദേശം നൽകിയത്. പുതിയ മദ്യനയം വരുമ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കണം, പ്രവർത്തന സമയം 12 വരെയാക്കണം എന്ന ഒരു നിർദ്ദേശം അവർ കൊടുത്തിരുന്നു. എക്സൈസ് ടൂറിസം മന്ത്രിമാരുമായിട്ടാണ് ബാർ ഉടമകളുടെ സംഘടന സംസാരിച്ചത്, അവർക്കാണ് കത്ത് നൽകിയത്. അതിൽ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ടൂറിസം ഡയറക്ടർ 2 ദിവസം മുമ്പ് ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചു. അതിന് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. അങ്ങനെയൊക്കെയുള്ള നടപടികൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അഭിപ്രായങ്ങൾ തേടി പ്രായോഗികമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടാണല്ലോ ഒരു നയം നടപ്പിലാക്കുന്നത്. അപ്പോൾ നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. നടപടികൾ തുടങ്ങി, അത് ആരാണ് തീരുമാനിക്കുന്നത്, എവിടെയാണ് ചർച്ചകൾ നടക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലല്ല, കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല മേഖലയിലുള്ള ആളുകളുമായി നടത്തുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞത് സർക്കാരിൻ്റെ പുതിയ മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരാലോചനയും നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞത്. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നടത്തിയിട്ടുള്ള പത്രക്കാരെ കണ്ട് നടത്തിയ പ്രതികരണത്തിലും ആ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനയും നടന്നിട്ടില്ല. മറ്റ് പല വിധത്തിലുള്ള ചർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പല വിധത്തിൽ പല ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അത് അതിന്റെ ഭാഗം തന്നെയാണ്. അല്ലല്ല, മദ്യനയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് ഒരു ചർച്ചയും എവിടെയും നടന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങളത് ഹാജരാക്കുക. മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ നടത്തും. ആ ചർച്ച കേരളത്തിലെ മദ്യനയം രൂപീകരിക്കാനുള്ള ചർച്ചയാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചു. ആ ചർച്ചകൾ എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? ബാർ ഉടമകൾ അവരുടെ ആവശ്യമായി മുന്നോട്ട് വെച്ച കാര്യമാണ്. അതാണ് ടൂറിസം വകുപ്പ് ടൂറിസം വികസനത്തിന് ഉതകുന്നതായി കണ്ട് ആ നിലയിൽ ചർച്ച നടത്തുന്നത്. ആ ഒരു നിർദ്ദേശമാണ് മദ്യനയം രൂപീകരിക്കാൻ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. ആ ഒരു അവസരത്തിൽ കൂടിയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദരേഖ വരുന്നത്. അപ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രാഥമിക ചർച്ചകൾ എവിടെ തുടങ്ങുന്നു, ആർക്ക് വേണ്ടിയാണ് ഈ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് എന്ന നിലയിൽ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബാർ ഉടമകൾക്ക് അവരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാൻ, ബന്ധപ്പെട്ട യോഗങ്ങളിൽ അവതരിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതിനാണ് അവരുടെ ഉടമകളുടെ അസോസിയേഷനും മറ്റും പ്രവർത്തിക്കുന്നത്. അവരങ്ങനെ പല ആവശ്യങ്ങളും മുൻനിർത്തി പല തരത്തിലും സർക്കാരിനെ കാണും. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഈ കാലയളവിൽ നടത്തിയിട്ട് ഇടപെടൽ നോക്കിയാൽ മതി, എല്ലാം സുതാര്യമാണ്. എന്തിനായിരുന്നു മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി ബാബു അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കേണ്ടി വന്നത്? എന്തിനാ രാജിവെച്ചത്? അപ്പോൾ ആ കാലത്ത് നികുതി ഇളവ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബാർ ഉടമകളുടെ യോഗം വിളിച്ച്, എന്നാൽ പിന്നെ നികുതി ഇത്ര വർദ്ധിപ്പിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് പൈസ എനിക്ക് തന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന വർധനവ് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞല്ലോ. ഇപ്പത്ര നികുതി ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 50% നികുതിയുടെ വർധനമാണ് വരുത്തിയത്. 2016 23 ലക്ഷം, അതിലേക്ക് നമ്മൾ കൂട്ടിയത്. ഇപ്പൊ 35 ലക്ഷമാക്കി. നടപടികൾ പ്രാരംഭമായി തുടങ്ങിയിട്ടില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും ഓൺലൈൻ യോഗവും ഒക്കെ നടന്നതിന്റെ വിവരങ്ങളുണ്ട്. മാത്രവുമല്ല 2 പരാതികൾ കിട്ടി, ഓൾറെഡി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വിജിലൻസ് പരിശോധന തുടങ്ങിയ 2 പരാതികളുണ്ട്. ഒന്ന് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവ്. അത് മാത്രവുമല്ല ഈ കോഴ പോലെ തന്നെ പണം പിരിക്കുന്നു എന്ന കാര്യം കൂടി ഓൾറെഡി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ
ഇപ്പോ അനിമോൻ നിഷേധിച്ചത് കൊണ്ട് മാത്രം അന്വേഷിക്കും. അതാ പറഞ്ഞ സർക്കാർ വളരെ സുതാര്യമായി ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണത്. സർക്കാർ ഈ കാര്യത്തിൽ വളരെ സുതാര്യമായി ഇടപെടുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. നിങ്ങൾ ഈ വിവാദമാക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ വാർത്തകൾ കൊണ്ടുവരുന്നതിന് മുന്നേ, ഇയാളുടെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നതിന് മുന്നേ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്. സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ട്. സർക്കാർ ആ പരാതി പൂഴ്ത്തിവെച്ചിട്ടില്ല. സർക്കാർ ആ പരാതി വിജിലൻസിന് കൈമാറി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നാമ്പുറത്തേക്ക് നിങ്ങളുടെ വാർത്ത പോവേണ്ടതാണ്. തീർച്ചയായും ഞാൻ തന്നെയാണ് ആ വിഷയം ഇപ്പോൾ താങ്കൾ ഓർമ്മിച്ചത്. താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞതല്ലോ, ഞാൻ തന്നെയാണ് താങ്കളെ ഓർമ്മിച്ചത്. ശ്രീ സനോജ്, അത്തരമൊരു ആരോപണമുണ്ട്, അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു ഓഡിയോ പുറത്തു വരുന്നത്. ഇതിപ്പോൾ ഏതൊക്കെയോ സമ്മർദ്ദത്തിന്റെ ഫലമായി അദ്ദേഹം തിരുത്തി പറയുന്നു എന്ന സർക്കാർ പറഞ്ഞത്. ശരി ശരി. അപ്പോൾ രണ്ട് പരാതികൾ നേരത്തെ, അതെ ഒരു മിനിറ്റ്, രണ്ട് പരാതികൾ നേരത്തെ ലഭിച്ചു. അതുകൊണ്ട് ഈ പ്രശ്നം ഗൗരവമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ട ആൾ ഇപ്പൊ മാറ്റി പറഞ്ഞാലും ഇതിന്റെ ഗൗരവം കുറച്ചു കാണുന്നില്ല. അതെ, അയാൾ മാറ്റി പറഞ്ഞു എന്നതുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. തീർച്ചയായും ഗൗരവമായി ഗവൺമെന്റ് കാണും. വളരെ ഗൗരവമായി കാണേണ്ടുന്ന വിഷയമാണ്. ഈ ആരോപണം എന്തായിരുന്നു, ഇതിന്റെ ലക്ഷ്യം, ആരായിരുന്നു ഇതിന് പിന്നിൽ? സർക്കാരിനെ അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം എന്ന നിലയിലാണ് അത് വന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ ശബ്ദ സന്ദേശം ആരാണോ പുറത്തിട്ടത് അയാൾ തന്നെ അത് തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ട്. എങ്കിൽ പോലും ഇതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആരായിരുന്നു ഇതിന് പിന്നിൽ? എന്തായിരുന്നു ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയണം. സർക്കാരിന്റെ 2 മന്ത്രിമാർക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിജിലൻസിനപ്പുറം ജുഡീഷ്യൽ അന്വേഷണം എന്നൊരാവശ്യം UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ, എല്ലാം വളരെ സുതാര്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഒരാരോപണം പോലും ഉയരുന്നതിന് മുൻപ് തന്നെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ അവരൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. അതങ്ങ് അന്വേഷിച്ച് പൂർണ്ണമായും വ്യക്തത വരുത്തിക്കൂടെ ഈ വിഷയത്തിൽ? അല്ല, ഇപ്പൊ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സർക്കാർ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പലവിധത്തിലുള്ള അന്വേഷണങ്ങളും നടന്നു വരികയാണ്. ഇപ്പൊ ഗവൺമെന്റിന് മുന്നിലുള്ള ഒരു വിഷയം ആ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ വളരെ ഗൗരവമായിട്ടാണ് എടുത്തത്. പിന്നെ UDFന്, പ്രതിപക്ഷത്തിന് ഇത് രാഷ്ട്രീയ ആയുധമാക്കണം. ആ രാഷ്ട്രീയ ആയുധമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇതൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഏതോ ഒരു ബാർ മുതലാളി അവരുടെ അസോസിയേഷന്റെ ഗ്രൂപ്പിനകത്ത് ഒരു ശബ്ദ സന്ദേശം അയക്കുന്നു. അതിലേതെങ്കിലും മന്ത്രിയുടെ പേര് പരാമർശിക്കുന്നുണ്ടോ? സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധി കാശ് ചോദിച്ചായിട്ട് പറയുന്നുണ്ടോ? എന്തെങ്കിലും വസ്തുതാപരമായിട്ട് ആ കാര്യത്തിന് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല. തലയും വാലുമില്ലാത്ത ഒരു ശബ്ദ സന്ദേശമാണ്. ആ ശബ്ദ സന്ദേശത്തെ വ്യാഖ്യാനിച്ച് ഇത് സർക്കാരിന്റെ ചില ആളുകൾക്ക് കൈക്കൂലി കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയാണ്. അതിന്റെ എല്ലാം പിന്നാലെ പോയിട്ട് ജുഡീഷ്യൽ അന്വേഷണം എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ശരി, ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നതാണ് CPMന്റെ നിലപാട്. ശ്രീ ജേക്കബ് ജോർജ്, ബാർക്കോഴ ഒന്നാം ആരോപണം നമുക്കറിയാം എത്ര മാസം നീണ്ടു നിന്നു എന്നത്. 2014 ഒക്ടോബറിൽ ആരോപണം ഉണ്ടാകുന്നു. ഒരു ചാനൽ ചർച്ചയിൽ ഉണ്ടാകുന്ന ആരോപണം ധനമന്ത്രിയുടെ കോടതി പരാമർശത്തിലുള്ള രാജി വരെ നീളുന്നു. പിന്നീടും വ്യവഹാരങ്ങൾ തുടരുന്നു. ഇതിപ്പോൾ 2ാം ആരോപണം 2ാം ദിവസം കെട്ടടങ്ങുകയാണോ? ഈ ഇന്നലെ വന്ന ശബ്ദരേഖയുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അനിമോൻ. ഇതോടുകൂടി ഇത് അവസാനിക്കുമോ? അല്ല, ഇതിനകത്തെ കേന്ദ്രബിന്ദു, ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു അനിമോനാണ്. തൊടുപുഴയിലുള്ള ഒരു ബാർ ഉടമസ്ഥൻ അനിമോൻ. ആ അനിമോൻ അത് തിരുത്തി പറഞ്ഞു, ഒരു മറുകുറിപ്പ് ഇറക്കി എന്ന് കരുതി ഈ വിവാദം ഇവിടെ കെട്ടടങ്ങുന്ന പ്രശ്നമില്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ബാറുകൾ ഒരു വലിയ വ്യവസായ ശൃംഖലയാണ്. വ്യക്തികൾ നടത്തുന്ന വ്യവസായം, അതിനകത്ത് ബാറുകളിൽ നിന്നുള്ള ലാഭം, മദ്യത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന ലാഭം, അതിൽ നിന്ന് കിട്ടുന്ന ആദായം കേരളത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനമാണ്. അതുകൊണ്ട് സർക്കാരിന്, കേരള സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റിൽ ഒരു സർക്കാരിന് പോലും അത് അവഗണിക്കാനാവുന്നതല്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് ഈ വിഷയം. ഇവിടെ അനിമോൻ
വളരെ അനുമോൻ ഒരു ചിന്തിക്കാതെയാണോ, അനുമോൻ അത്രേ ബുദ്ധിയും കഴിവുമുള്ളോ എന്നൊക്കെ സന്ദേഹിക്കുന്ന തരത്തിൽ ഇത് ശബ്ദ സന്ദേശം വഴി അയക്കുകയാണ്. അത് വളരെ ഡാമേജിംഗ് ആണ്, ഗവൺമെന്റിന് ഡാമേജിംഗ് ആണ്, മദ്യ മുതലാളിമാർക്കും അപകടകരമാണ്. ആത്യന്തികപ്പെട്ട് നോക്കുമ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസത്തെ ഒരു മറുപടി കൊണ്ട് അതിന്റെ പ്രശ്നം പരിഹരിക്കാനാവുന്നതല്ല. അതാണ് ഇതിനകത്തെ അടിസ്ഥാനമായ വിഷയം. അങ്ങനെ പരിഹരിക്കാവുന്നതല്ല. ഞാൻ പറയട്ടെ, നേരത്തെ ഒക്ടോബർ 31 രാത്രി 9 മണിക്കുള്ള ചർച്ചയിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അവിടെ ന്യൂസ് 18 തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനും കൂടെ പങ്കെടുത്ത ചർച്ചയാണത്. എന്റെ ഇവിടെ സാന്നിധ്യത്തിലാണ് ബിജു രമേശ് ആ തീ കത്തുന്ന ആരോപണം ഒരു ബോംബ് പോലെ കേരള ജനതയുടെ മുമ്പിൽ പൊട്ടിച്ചത്. ഭയങ്കര സംഭവമായിരുന്നു. അതിന്റെ അലകൾ ഇന്ന് നിൽക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനകത്തും രേണു ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു. അനിമോൻ, തൊടുപുഴക്കാരൻ, ഒരു ബാർ ഉടമസ്ഥനായ അനിമോൻ അന്നും ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു. ഇന്നും അദ്ദേഹം വേറെ ഒരു തരത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറിയിരിക്കുന്നു. ഒരു ആരോപണത്തിന് നടുക്ക് അനിമോൻ നിൽക്കുകയാണ്. ഇതെങ്ങനെ വരും? തീർച്ചയായിട്ടും അത് അനുമോന് തന്നെ ദോഷമാകും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരു ഖേദപ്രകടനം എന്ന മട്ടിൽ അദ്ദേഹം ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ വിഷയം തീരുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അന്ന് ഞാൻ പറയട്ടെ, രേണു, അനിമോനെ ജേക്കബ് തോമസ്, അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്നു ജേക്കബ് തോമസ്, ഡോക്ടർ ജേക്കബ് തോമസ്, വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് അന്ന് KM മാണിയെ കൊടുക്കാൻ തന്നെ നീങ്ങുകയായിരുന്നു. KM മാണിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തി. അതിന് പിന്തുണ തേടിയാണ് അനിമോനെ സാക്ഷി പറയാൻ വിളിച്ചത്. അനിമോൻ മാത്രമല്ല, അനിമോന്റെ കൂടെ 3 പേരെ കൂടി അദ്ദേഹം സാക്ഷി പറയാൻ തിരുവനന്തപുരത്ത് വിജിലൻസിലേക്ക് വിളിപ്പിച്ചു. തൊടുപുഴയിൽ നിന്ന് രാവിലെ 9 മണിയോടുകൂടി അദ്ദേഹം യാത്ര തിരിച്ചു. കൊട്ടാരക്കര ആയപ്പോഴത്തേക്ക് അദ്ദേഹം യാത്ര അവസാനിപ്പിച്ചു. അതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാക്ഷി മൊഴി കൊടുക്കാൻ അന്ന് ഈ 4 സാക്ഷികളും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർമുല, ആദ്യം അനിമോൻ സാക്ഷി പറയും KM മാണിക്കെതിരെ, പിന്നീട് 3 പേർ കൂടി സാക്ഷി പറയും. രേണു, അനിമോൻ കൊട്ടാരക്കര വന്നിട്ട് കാർ നിർത്തി, എന്നിട്ട് തിരിച്ചുപോയി. അനിമോൻ സാക്ഷി പറയാത്തതുകൊണ്ട് കോട്ടയത്തെ അംബാസഡർ തങ്കച്ചൻ ഉൾപ്പെടെയുള്ള 3 പേരും സാക്ഷി പറഞ്ഞില്ല. ഇതാണ് അന്ന് സംഭവിച്ചത്. ഇപ്പോൾ അനിമോൻ ഇങ്ങനെ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നു. ആ ശബ്ദരേഖ ഇന്ന് കേരളം മുഴുക്കുകയും കണ്ടിരിക്കുന്നു. അത് വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം അത് കയ്യിൽ കിട്ടിയൊരു വലിയ ആയുധമാണ്. അവർ അത് പരമാവധി ഉപയോഗിക്കും. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അനിമോന്റെ ശബ്ദരേഖ സഹായിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയമായിട്ട് എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതി ആണെന്ന് മാത്രമാണ് എനിക്ക് പറയാവുന്നത്. ഇത് ബാർ വിഷയമാണ്, ബാർ കോഴയാണ് വിഷയം. അന്നത്തെ അനിമോൻ വീണ്ടും ഇതുപോലെ ഒരു വിവാദത്തിൽ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നു എന്ന കാര്യവും എങ്ങനെ വേണമെങ്കിലും ഇനിയും മാറ്റി പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ യാതൊരു വ്യക്തതയുമില്ല. വേണമെങ്കിൽ ഇനിയും അത് എങ്ങനെ വേണമെങ്കിലും തിരുത്താൻ കഴിയും എന്നത് മാത്രമാണ് അത് വായിച്ചാൽ നമുക്ക് തോന്നുക. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, ജിൻഡോയിലേക്കും തിരിച്ചെത്താം. ഫാദർ ഫിലിപ്പ് കവിയിൽ ഇന്ന് സീറോ മലബാർ സഭ മദ്യനയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി. ജനവഞ്ചനയാണ് അത് എന്ന തരത്തിലുള്ള അഭിപ്രായം സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ഇതിപ്പോൾ ഭാഗ്യത്തിന് ഒരു നയരൂപീകരണത്തിന് മുമ്പ് ഇത്രമാത്രം വിവാദമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ ജനവഞ്ചന അതിലേക്ക് സർക്കാർ പോകില്ല എന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്, ഒരു രാഷ്ട്രീയപരമായ വിവാദത്തിലേക്ക് ഇടപെടാനൊന്നും സഭയ്ക്ക് താല്പര്യമില്ല. ബാർക്കോഴ വിവാദം ഇവിടെ ഉണ്ടായി.
അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം പറയുന്നു. അതൊക്കെ സർക്കാരിന്റെ തലത്തിൽ നടക്കട്ടെ. രാഷ്ട്രീയപരമായ വിവാദത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സിറോ മലബാർ സഭയും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ വിവാദത്തിന് പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. അതായത് മദ്യം, ലഹരി എന്നിവ സാമൂഹിക തിന്മകളാണ്. ഇവിടെയുള്ള നമ്മുടെ സാധാരണ പൗരന്റെ സുരക്ഷിതത്വത്തെ, ജീവിതത്തെ ബാധിക്കുന്ന തിന്മ തന്നെയാണിത്. ഈ തിന്മയെക്കുറിച്ച് കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ കൃത്യമായ നയങ്ങൾ രൂപീകരിക്കണമെന്ന് സഭ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും മദ്യ നയങ്ങളെ കുറിച്ച് സഭയ്ക്ക് പറയുവാനുണ്ട്. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 29 ബാറുകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 1039ഓളം ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാറുകളായിട്ടും ബൗക്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഒക്കെ ഔട്ട്ലെറ്റുകളായിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെ സംലഭ്യത ഇവിടെ ഈ സർക്കാർ കൂട്ടുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നിശ്ചിതമായിട്ട് പരിശോധിക്കണം. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രകടന പത്രിക നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കൂട്ടില്ല എന്ന് പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് പിന്മാറിയോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഈ കേരളത്തിലെ സാധാരണക്കാരായ ഒരു കുടുംബക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബനാഥൻ പകലന്തിയോളം പണിയെടുത്ത് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ ലഭിക്കുന്ന വേതനം ആ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നു, അതോ അദ്ദേഹത്തിന് ചില ബലഹീനത മൂലം, ഉദാഹരണത്തിന് മദ്യത്തിലേക്ക് ഈ തുക ചെലവഴിക്കേണ്ടി വരുന്നു? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. ഗവൺമെന്റുകൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത് ഈ നാട്ടിലെ ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ആയിരിക്കണം. ഇവിടെ ടൂറിസത്തിന് വേണ്ടി, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ മദ്യം ഒഴുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ ജീവിതം അതെങ്ങനെ ബാധിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്കൊരു ശക്തമായ പാരമ്പര്യമുണ്ട്. വിദേശത്തെ സംസ്കാരം ഇവിടെ ടൂറിസം വികസിക്കുമെങ്കിൽ നമ്മുടെ തനത് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നമ്മൾ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ദ്രോഹം വരുത്തണമോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ബാർക്കോഴയും അവർക്ക് കിട്ടുന്ന പൈസ ഒന്നും അല്ല എൻ്റെ വിഷയം, അല്ലെങ്കിൽ സഭയുടെ വിഷയം. സഭ ചിന്തിക്കുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതിനു വേണ്ടി പറയുവാൻ സഭ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പോലും പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട അടിസ്ഥാന വിഷയം ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നും വരുത്തുന്ന തിന്മകൾ എത്രമാത്രം വലുതാണ്, അത് ഈ സാധാരണ സമൂഹത്തിന് എന്തുമാത്രം ആഘാതം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റുകൾ സാധാരണ പൗരന്റെ നന്മയ്ക്ക് വേണ്ടി എത്രമാത്രം ഈ തിന്മകളെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് എന്റെ പക്ഷം. ശരി, എന്തായാലും ടൂറിസം വികസനത്തിന് വേണ്ടിയാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് വായിച്ചതും കേട്ടതും ഒക്കെ. പക്ഷേ ബാർ ഉടമകളുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം നീക്കങ്ങൾ എന്ന സംശയമാണ് ഇന്നലെ മുതൽ ഉള്ള ഈ കാര്യങ്ങളും ചർച്ചകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ സർക്കാരിന് നിങ്ങൾ ഈ ശബ്ദ സന്ദേശമായി ഈ കേൾക്കുന്ന ഈ കാര്യങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ കിട്ടുന്നു, വിജിലൻസ് ഉൾപ്പെടെ പരിശോധന നടത്തുന്നു. അതിന് പിന്നാലെ വന്ന ശബ്ദ സന്ദേശം അതിൻ്റെ ആധികാരികത അതിൻ്റെ പിന്നിലുള്ള ആൾ തന്നെ നിഷേധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പോലും സർക്കാർ നേരത്തെ തുടങ്ങിയ നടപടികൾ തുടരും. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്, അവരുടെ അന്വേഷണം നടക്കും. ഒരാൾ അത് തിരുത്തിയത് കൊണ്ട് മാത്രം അത് ഇല്ലാതാകുന്നില്ല, അതിൽ ഗൗരവപൂർണമായ അന്വേഷണം ഉണ്ടാകും എന്ന് വി കെ സനോജ് പറയുന്നു. നമ്മൾ ഇതുവരെ കേട്ട പ്രതികരണങ്ങളെല്ലാം ആ വിധത്തിലാണ്, സർക്കാരിൻ്റെ നീക്കങ്ങളും ആ നിലയ്ക്ക് തന്നെയാണ്. അപ്പോൾ പ്രതിപക്ഷം സഭ നടക്കാനിരിക്കുന്നു, മറ്റ് വിഷയങ്ങൾ സർക്കാരിനെതിരെ കിട്ടുന്ന ഒരു രാഷ്ട്രീയ വിഷയമായൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്ന കാര്യമാണിത്. അതിൻ്റെ നിറം കെട്ടുപോകുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? രേണുക, അത് അങ്ങനെ കണ്ടാൽ പോരാ. വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ തന്നെ ബാർക്കോഴ ആരോപണം ഉന്നയിച്ച് KM മാണിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത LDFന്റെ ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല. ഇവിടെ വി കെ സനോജ് പറഞ്ഞത് അനിമോൻ തിരുത്തിയതിൽ കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. അദ്ദേഹം പറഞ്ഞ ആ ഒരു ഒറ്റ വാചകത്തോട് മാത്രം ഞാൻ യോജിക്കുന്നു. അനിമോൻ ഇങ്ങനെ വാക്ക് മാറ്റി പറഞ്ഞത് കൊണ്ട് മാത്രം ഈ പ്രശ്നം ഇവിടെ തീരുന്നില്ലെന്നേ. സർക്കാരിനെതിരെയുള്ള മാധ്യമ ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും അന്നൊക്കെ ഇവരെടുത്ത്
ഉപയോഗിക്കുന്ന പരിചയമാണ്. അപ്പോൾ ആ വാക്ക് കൊണ്ടൊന്നും വലിയ കാര്യമില്ല. പിന്നെ അനിമോൻ ഒളിവിൽ പോയ ഈ 1.5 ദിവസം ഉണ്ടല്ലോ, ആ ഒളിവിൽ പോയ 1.5 ദിവസം മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വരുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അദ്ദേഹം തിരുത്തി പറഞ്ഞത്. ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സമഗ്രമായ അന്വേഷണത്തിൽ മന്ത്രിയുടെ ഓഫീസും മന്ത്രിയും പെടാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് LDF പറയുമ്പോൾ ആ സമഗ്രമായ അന്വേഷണത്തിൽ മന്ത്രിയുടെ ഓഫീസും മന്ത്രിയും പെടുന്നുണ്ടെങ്കിൽ മന്ത്രി മാറി നിന്നിട്ട് വേണം അന്വേഷണത്തെ നേരിടാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അതുകൊണ്ട് മാത്രം തീരില്ല. അന്നും 24 മണിക്കൂറിനുള്ളിൽ UDF സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ തൃപ്തരാകാതെ അന്ന് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ LDF സമരം ചെയ്തു. ഇന്ന് അതുപോലെ സമരം ചെയ്യാൻ LDF-ന് ആർജവമുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അന്ന് മന്ത്രിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് ഇവർ പറയുന്നു. ഇന്നത്തെ മന്ത്രിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ CPM-ഉം DYFI-യും തയ്യാറുണ്ടോ? മൂന്നാമത്തെ കാര്യം, DYFI അന്ന് 500 രൂപ ക്യാമ്പയിൻ നടത്തി KM മാണി സാറിന് 500 രൂപ അയച്ചു കൊടുക്കുന്ന സമരം നടത്തിയിരുന്നു. ഇന്നും DYFI-യുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ഈ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലേക്ക് 500 രൂപ അയച്ചു കൊടുക്കുന്ന സമരം നടത്താൻ ഇവർ തയ്യാറുണ്ടോ? ഈ 3 കാര്യത്തിന് ഒരു മറുപടി പറയണം. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ സനോജ് പറയുന്നത് ഡ്രൈ ഡേ പിൻവലിക്കേണ്ടത് ആവശ്യമാണെന്ന്. എന്തിന്റെ പേരില്ല? ശമ്പളം കിട്ടുന്ന ദിവസം അന്ന് ശമ്പളം മുഴുവൻ മദ്യത്തിന് വേണ്ടി ദൂർത്തടിക്കുന്നത് കൊണ്ട് ഒരു ദിവസം 1-ാം തീയതി ഡ്രൈ ഡേ ആയിട്ട് തീരുമാനിക്കുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ കേരളത്തിൽ ആർക്കും ശമ്പളം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണോ ഡ്രൈ ഡേ, ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഡ്രൈ ഡേ പിൻവലിക്കാം എന്നുള്ള തീരുമാനം തത്വത്തിൽ നിങ്ങൾ എടുക്കാൻ പോകുന്നത്? അതിന് ഉത്തരം നിങ്ങൾ പറയണം. രണ്ടാമത്തത്, ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട കാര്യം. ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മദ്യം ഒഴുക്കാൻ തീരുമാനിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, സനോജ, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ പറയുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഡ്രൈ ഡേ പിൻവലിക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറുപടി പറയുന്നത് എവിടെ പറഞ്ഞു? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഡ്രൈ ഡേ പിൻവലിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് LDF സർക്കാരിന്റെ CPM-ന്റെ ഈ വിഷയത്തിലുള്ള നയപരിപാടി എന്താണ്? ഡ്രൈ ഡേ പിൻവലിക്കാൻ നിങ്ങൾക്ക് ചർച്ച നടക്കുന്നുണ്ടോ? അങ്ങനെ ചർച്ചയുണ്ടെന്ന് മാധ്യമ സൃഷ്ടി മാത്രമല്ലല്ലോ. ശരി, ജിൻഡോ, സർക്കാരിന്റെ മദ്യനയം അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരണം. അത് ആ കാര്യങ്ങൾ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ MP രാജേഷ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. പല വ്യാജ വാർത്തകളും വരുന്നു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്തരം യോഗങ്ങളൊന്നും കൂടാനാകില്ല, തീരുമാനമെടുക്കാനാകില്ല എന്ന കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ പ്രാഥമികമായ ചില ചർച്ചകൾ, ചില നിർദ്ദേശങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറം ഒരു നയം തീരുമാനിക്കുന്നതിലേക്കൊന്നും സർക്കാർ പോയിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ജിൻഡോ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ബാർക്കോഴയിൽ ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പണം നൽകിയെന്ന ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തി. ഇതാ ഇപ്പോൾ ഈ കേസിൽ അങ്ങനെ ഒന്നില്ല. ആകെ ഒരു ശബ്ദ സന്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അതുകൂടി നിഷേധിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വ്യക്തി. അപ്പോൾ എങ്ങനെ ഈ അന്വേഷണം കൊണ്ടുപോകും? എന്താണ് ഇതിന് തെളിവ്? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളെ കാണിക്കാമല്ലോ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കാമല്ലോ. നിങ്ങളുടെ കൈ വല്ലതും ഉണ്ടോ? രേണുക, എനിക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് തരണം ഇടപെടാറ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഇവിടെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബാർ മുതലാളിമാർ കൊടുത്ത കത്തിന്മേൽ ടൂറിസം സെക്രട്ടറി, ടൂറിസം എക്സൈസ് മന്ത്രിമാർക്ക് കത്ത് കൊടുത്തതിന് പ്രകാരം ടൂറിസം മന്ത്രി ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ടൂറിസം ഡയറക്ടർ ബാർ ഉടമകളുടെ ഓൺലൈൻ യോഗം വിളിച്ചു. ഈ പറഞ്ഞ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ഈ സമയത്ത് നടത്താമെങ്കിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് സംശയത്തിന് ഉള്ള സാഹചര്യമില്ലേ? ഞങ്ങൾക്ക് സംശയിക്കാനുള്ള അവകാശമില്ലേ? അതിനുള്ള മറുപടി രേണുക പറയണ്ടേ? ഇനി രണ്ടാമത്തത്, അന്ന് ആരോപണം ഉന്നയിച്ച വ്യക്തി മനഃപൂർവ്വം ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുക്കാത്ത സർക്കാരിനെതിരെ മനഃപൂർവ്വം ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്ന് അങ്ങനെയല്ല. യാദൃശ്ചികമായിട്ട് ഒരു ബാർ മുതലാളിമാരുടെ അസോസിയേഷൻ നേതാവിൽ നിന്ന് യാദൃശ്ചികമായിട്ട് വരുന്ന കാര്യമാണ്. യാദൃശ്ചികമായിട്ട് വരുന്ന വാക്കുകൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആലോചിച്ചുറപ്പിച്ച് പറയുന്നതല്ല. യാദൃശ്ചികമായിട്ട് വരുന്ന വാക്കുകൾക്ക് വിശ്വാസ്യത കൂടും എന്ന് തന്നെയാണ് എൻ്റെ വാദ്യം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് മദ്യനയത്തിൽ തിരുത്തലുകൾ വരുത്തണം എന്നുള്ള രീതിയിൽ സനോജ് ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ടൂറിസം വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല കംഫർട്ട് സ്റ്റേഷനുകളില്ല, ഈ നിറഞ്ഞു മാലിന്യ കൂമ്പാരമായിട്ടുള്ള നമ്മുടെ പുഴകളും തോടുകളും, അല്ലെങ്കിൽ കാനകൾ നിറഞ്ഞൊഴുകുന്നു. മൺസൂൺ ടൂറിസത്തെ കുറിച്ച് നമ്മുടെ കൺസെപ്റ്റ് എന്താ? ഈ താമസ സൗകര്യങ്ങളില്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ രേണുക. ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ലല്ല,
അല്ലല്ല പൂർത്തിയാക്കാൻ സമ്മതിക്കണം രേണുക. നേരത്തെ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. നേരത്തെ പറയാൻ വന്നപ്പോൾ ഇത് പറയാൻ സമ്മതിച്ചില്ല. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം, കേരളത്തിന്റെ പ്രകൃതി ഭംഗി, കേരളത്തിന്റെ മറ്റ് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. നമ്മുടെ ടൂറിസം മേഖലയെ കുറിച്ചിട്ടുള്ള മദ്യപിക്കാൻ വേണ്ടിയിട്ടല്ലേ ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നത്? മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ അവരുടെ ആ ക്രെഡിബിലിറ്റി അതൊരു ശരിയായ ആർഗ്യുമെന്റ് അല്ല. മദ്യം ഒരു പ്രധാനപ്പെട്ട കാരണമല്ല. താങ്കൾ പറഞ്ഞു ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് മദ്യനയത്തിൽ തിരുത്തൽ വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. അത് അങ്ങനെ പറയല്ലേ? മദ്യനയം ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് മദ്യപിക്കാൻ മാത്രമല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ, സാംസ്കാരിക വൈവിധ്യങ്ങൾ അനുഭവിക്കാൻ അതിലൊക്കെ ശരി, ഞാൻ എന്ത് പറഞ്ഞു ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയിട്ട് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി മദ്യനയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളിലേക്കൊക്കെ വരാം. മദ്യനയം അത് സംബന്ധിച്ചുള്ള പ്രാരംഭ നടപടികൾ ഒന്നും ആയിട്ടില്ല എന്ന് മന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ അതിലേക്ക് കടന്നിട്ട് കാര്യമില്ല. ശ്രീ വി കെ സനോജ്, താങ്കൾക്ക് ജിൻഡോ പറഞ്ഞതിൽ നിഷേധിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിശദീകരിക്കാനുള്ള കാര്യങ്ങൾ പറയാം. മന്ത്രിയുടെ വിശദീകരണം കള്ളമാണ്. ടൂറിസം ഡയറക്ടർ എങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് വിളിക്കുന്നത്? ശരി ശരി, ശ്രീ വി കെ സനോജ്, താങ്കൾക്ക് നിഷേധിക്കാനുള്ള കാര്യങ്ങൾ നിഷേധിക്കാം. പക്ഷേ അതിനപ്പുറം ഉത്തരവാദിത്തം കൂടിയാ. ശരി, താങ്കളുടെ അവസരത്തിൽ പറഞ്ഞല്ലോ ശ്രീ വി കെ സനോജ്. അതിനപ്പുറം നോക്കൂ, ഇത് എം പി രാജേഷിന്റെ പ്രസ്താവനയാണല്ലോ നമ്മൾ നടത്തുന്നത്. എക്സൈസ് മന്ത്രി പറയുന്നു ഞങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ആലോചനകളും നടപടികളും നടക്കുന്നത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. മന്ത്രി റിയാസിന്റെ നേർക്കാണ് വിരലുകൾ ഉയരുന്നത്. തനിക്കൊന്നും മറക്കാനില്ല എന്ന് ഇന്നലെ തന്നെ എം പി രാജേഷ് പറഞ്ഞു. അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞുള്ള പരാതിയും കൊടുത്തു. അപ്പോൾ ഈ ആരോപണത്തിന്റെ മുന നീളുന്നത് ആരിലേക്കാണ്? ആർക്കാണ് ഇതിൽ കൂടുതൽ ഉത്തരവാദിത്വം? ഇതിലൊക്കെ വിശദീകരണം നൽകേണ്ടുന്നത് ആരാണ്? എക്സൈസ് മന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല, അവർ ഒരു നടപടിയും എടുത്തിട്ടില്ല. ചർച്ചകൾ എവിടെയാണ് പുരോഗമിക്കുന്നത്? മറ്റൊന്ന്, ഇന്നൊരു ചെറിയാൻ ഫിലിപ്പിന്റെ ഒരു ആരോപണം ഉയർന്നിരുന്നു. VPP മുസ്തഫയുടെ രാജി, അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലബാറിലെ ചില ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നാണ് പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. എം പി രാജേഷിന്റെയും എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ ചില ആളുകളെ കേന്ദ്രീകരിച്ച് അവർക്ക് ബാർ ഉടമകളുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിന് പാർട്ടി മറുപടി പറഞ്ഞേ മതിയാകൂ. മറിച്ച് മറ്റൊന്ന്, ടൂറിസം മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം, എക്സൈസിന്റെ മദ്യനയം രൂപീകരണങ്ങളിൽ എവിടെയാണ് ചർച്ച നടക്കുന്നത്, എവിടെയാണ് തീരുമാനമെടുക്കുന്നത് എന്ന സംശയമുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയവും തീരില്ല. കാരണം നിങ്ങൾ ബോധപൂർവം ചില സംശയങ്ങളും പുകമറയും ഉണ്ടാക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ചർച്ചകൾ, ടൂറിസം മന്ത്രി കിട്ടുന്ന നിവേദനങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ടും ആളുകൾ സമീപിക്കും. ഇപ്പോൾ ഓരോ വർഷത്തെ മദ്യനയം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വരും. ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ഒരു വാർത്ത, കഴിഞ്ഞ വർഷം മദ്യനയം പ്രഖ്യാപിക്കുന്ന ദിവസം വന്ന വാർത്ത എന്താ? ഡ്രൈ ഡേ ഉപേക്ഷിക്കുന്നു അല്ലേ? മദ്യനയം പ്രഖ്യാപിക്കുന്ന ദിവസം അന്ന് രാവിലെ വന്ന വാർത്ത ഡ്രൈ ഡേ ഉപേക്ഷിക്കുന്നു എന്നായിരുന്നു. എന്നാൽ ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിട്ടില്ല എന്ന് വന്നപ്പോൾ പിറ്റേ ദിവസം വന്ന വാർത്ത എന്താണ്? ഡ്രൈ ഡേ ഉപേക്ഷിച്ചിട്ടില്ല എന്ന വാർത്ത വന്നു. ഇത് രണ്ടും നമ്മൾ കണ്ടതാണല്ലോ. ഇങ്ങനെ ബാർ ഉടമകൾ അവർക്ക് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ, വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ അവർ അവരുടെ നിവേദനമായി കൊടുക്കും. അതിലിപ്പോൾ എന്താ പ്രശ്നം? ആ നിവേദനം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മന്ത്രി വായിച്ചിട്ടുണ്ടാവും, ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന്റെ മദ്യനയം തീരുമാനിക്കുന്നത്, അത് രൂപപ്പെടുത്തുന്നത്, അത് കൃത്യമായ മുന്നണി ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. UDF അല്ല LDF എന്ന് ജിൻഡോ ജോൺ നല്ലതുപോലെ മനസ്സിലാക്കണം. ഇപ്പൊ ജിൻഡോ ജോണിന്റെ മന്ത്രി ഉണ്ടല്ലോ, ബാബു, പണ്ട് രാജിവെച്ച് ഓടേണ്ടി വന്ന മന്ത്രി, ആ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ED കണ്ടുകെട്ടിയത്. എവിടെ നിന്ന് കിട്ടി ഈ കള്ളപ്പണം? ഈ കള്ളപ്പണം പണ്ട് ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിവെച്ച പണമാണ്. ഒളിപ്പിച്ചിട്ട് കഴിഞ്ഞതിന്റെ ബാക്കി പണം, ആ പണമാണ് ഇപ്പൊ ED എടുത്ത് കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് എന്താ ജിൻഡോ ജോൺ പറയാനുള്ളത്?
പിന്നെ കെ എം മാണിയെ കുറിച്ച് വലിയ കണ്ണീർ വാഴ്ക്കുകയല്ലേ? കെ എം മാണിക്കെതിരായിട്ട് FIR ഇട്ടതാരാണ്? അന്വേഷണം പ്രഖ്യാപിച്ചതാരാണ്? കെ എം മാണിയുടെ പാർട്ടി നിങ്ങളുടെ മുന്നണിയിൽ ഉള്ള ഘട്ടത്തിൽ തന്നെ കെ എം മാണിയുടെ പാർട്ടി കെ എം മാണിയെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് നിങ്ങളുടെ നേതാക്കളെ കുറിച്ചാണ് പറഞ്ഞത്. ആരെ കുറിച്ചൊക്കെയാ പറഞ്ഞത്? ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു, രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇല്ലേ? എല്ലാം മറന്നുപോയോ? ഇങ്ങനെ നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പഠിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട് മാണിക്കെതിരായി ഗൂഢാലോചന നടത്തിയ ആളുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെ അവർ തയ്യാറാക്കി. ബാബുവിനെ കുറിച്ച് പറയുന്നുണ്ട്, പേജ് നമ്പർ 18 ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, എന്റെ അവസരമാണല്ലോ, ഞാൻ പറയട്ടെ. അതുകൊണ്ട് മാണിയെ പിന്നിൽ നിന്ന് കുത്തിയത് UDFന്റെ ഭാഗമായി നിന്നിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതൃനിരയായിരുന്നു എന്ന് മാണിയുടെ പാർട്ടി തന്നെ അന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച കാര്യം ജിൻഡോ ജോൺ മറന്നു പോവണ്ട. ജിൻഡോ ജോണിന് ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് കോപ്പി ഞാൻ അങ്ങോട്ട് അയച്ചുതരാം. അതുകൊണ്ട് മാണിയെ കുറിച്ച് നിങ്ങൾ വല്ലാതെ കണ്ണീർ വാർക്കണ്ട. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ബാബു എന്ന് പറയുന്ന അന്നത്തെ മന്ത്രി ബാർ ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ട് ടാക്സിൽ വർധനവ് വരുത്താൻ വേണ്ടി പോകുന്നു, അത് കുറയ്ക്കണമെങ്കിൽ കാശ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു എന്ന് ആരാ പറഞ്ഞത്? ബിജു രമേഷും അടൂർ പ്രകാശ് തമ്മിലുള്ള ബന്ധം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, കോൺഗ്രസ് നേതാക്കന്മാരുമായുള്ള ബന്ധം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അതിനകത്താണ് കൃത്യമായ ഇടപാട് നടന്നത്. ഇപ്പോ ഇയാൾ പറയുന്നു, UDF പ്രസിഡന്റ് എന്താ പറഞ്ഞത്? വലിയ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നാ പറഞ്ഞത്. എന്നാൽ ഞാൻ ജിൻഡോ ജോണിനോട് ചോദിക്കട്ടെ, ഈ ഗവൺമെന്റ് വന്നിട്ട് ബാർ ഉടമകൾക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഈ 7-8 വർഷക്കാലത്തിനിടയിൽ ചെയ്തു കൊടുത്ത ആനുകൂല്യം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയോ? ഒരു ആനുകൂല്യവും നിങ്ങൾക്ക് ആരോപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ലൈസൻസ് ഫീസിന്റെ കാര്യത്തിൽ ബാർ ഉടമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ ഘട്ടത്തിലും ലൈസൻസ് ഫീസ് കുറക്കണം എന്നായിരുന്നു. 2016 23 ലക്ഷം, 1 ലക്ഷം മാത്രമാണ് 2016 UDF കൂട്ടിയത്. ഇപ്പൊ അത് 35 ലക്ഷമായി. 8 വർഷം കൊണ്ട് 12 ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായത്. ഇത് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം 920 ബാറുകളുടെ എണ്ണം കൂടിയ സാഹചര്യമുണ്ട്. ഈ ശബ്ദ സന്ദേശത്തിൽ ഉൾപ്പെടെ പറയുന്നത് നമുക്ക് കിട്ടുന്ന സഹായങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നതാണ് പറയുന്നത്. അപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നു അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണ് എന്നത്. ശബ്ദ സന്ദേശത്തിൽ കുറിച്ച് പറയുന്നില്ല, കൊടുക്കണമെന്ന് പറയുന്നില്ല. ഇനി ഞാൻ പറയട്ടെ, ശബ്ദ സന്ദേശത്തിന് ഇടയായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് തന്നെ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്ന മദ്യനയം സംബന്ധിക്കുന്ന കാര്യത്തിൽ സർക്കാരിൽ ഇടപെടാൻ വേണ്ടി പണം പിരിക്കുന്നു എന്ന പരാതി നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതിയോ എന്നുള്ളതാണ് സംശയം. ശ്രീ VK സനോജ്, വിജിലൻസ് അന്വേഷിച്ചാൽ മതിയോ എന്നുള്ളതാണ് സംശയം. ശ്രീ ജേക്കബ് ജോർജ്, വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കിട്ടിയതിൽ വിജിലൻസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ കഴിയുമോ? അതോ മറ്റ് നമ്മൾ ആദ്യം കണ്ട ബാർക്കോഴ പോലെ ഇനി അങ്ങോട്ട് കത്തിപ്പടരുമോ ഈ വിഷയം? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, കത്തിപ്പടരണമെങ്കിൽ അതിനാവശ്യമായ ഇന്ധനം വേണം. ഇത് രാഷ്ട്രീയ വിവാദമാണ്. രാഷ്ട്രീയമായിട്ട് തുടങ്ങിയതേ ഉള്ളൂ, തീ കത്താൻ തുടങ്ങിയതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കഴിഞ്ഞ തവണത്തെ KM മാണിക്കെതിരെയുള്ള ബാർക്കോഴ കേസിൽ ധാരാളം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നിനായിട്ട് ആരോപണം വന്നു. രമേശ് ചെന്നിത്തല അമേരിക്കയിൽ നിന്ന് പറന്നിറങ്ങിയ ദിവസം തന്നെ വിമാനത്താവളത്തിൽ വെച്ച് ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടു. അങ്ങനെ പല ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. ക്വിക്ക് വെരിഫിക്കേഷൻ, വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷനാണ് ഉത്തരവിട്ടത്. അതിന് അദ്ദേഹം വില കൊടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യം വേറെ. പക്ഷേ KM മാണി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന മന്ത്രിയാണ്. ആ മന്ത്രിക്കെതിരെയാണ് ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടത്. അതിനുള്ള ധൈര്യം കാണിച്ചു. പക്ഷെ അതെങ്ങനെ വന്നു, അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അനിമോൻ എന്ന കഥാപാത്രം
അവിടെ അദ്ദേഹത്തിന്റെ നടപടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം എങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം, വിജിലൻസ് അന്വേഷണം എങ്കിൽ വിജിലൻസ് അന്വേഷണം. അതിന് മാത്രം കാമ്പുള്ള ഒരു വിഷയമാണോ ഇത് എന്നുള്ള ഒരു ചോദ്യം വളരെ ശക്തമാണ്. കാരണം അനിമോന്റെ ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ നടപടികൾ എടുക്കണമെങ്കിൽ, അതായത് ട്രൈഡേ നിർത്തുക തുടങ്ങിയ പരിപാടികൾ നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യണം. അതായത് നിങ്ങൾ കാശ് തരണം, ആ കാശ് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ കാശ് മേടിച്ചിട്ടില്ല, കാശ് ആർക്കും കൊടുത്തിട്ടില്ല. ഈ ഒരു അതെ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഒരു അന്വേഷണത്തിന് തുടക്കം കുറിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ കഴിഞ്ഞ കെ.എം. മാണി ബാർക്കോഴ കേസിൽ ഇതായിരുന്നില്ല സ്ഥിതി. പല ആൾക്കാരും പല മന്ത്രിമാരും അതിനകത്ത് അന്ന് പ്രതികൂട്ടിലായിരുന്നു. എനിക്ക് തോന്നുന്നു എങ്ങനെ അനിമോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമോ, കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയവും കൂടിയാണ്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. ഫാദർ, താങ്കൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അത് പൂർത്തിയാക്കിക്കൊള്ളൂ. ഇപ്പോൾ ബാർ ഉടമകൾ എന്തായാലും പെട്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഇത്തരം കാര്യങ്ങൾ വിവാദമായതുകൊണ്ട് തന്നെ മദ്യനയത്തിൽ സർക്കാർ കുറച്ചുകൂടി സൂക്ഷ്മത വരുത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ സഭയുടെ ആശങ്കയും ഒരു പരിധിവരെ അവസാനിക്കുമോ അക്കാര്യത്തിൽ? എനിക്ക് പറയാനുള്ളത്, സഭയുടെ നിലപാട് ഇവിടെ മദ്യലഭ്യത കുറയ്ക്കണമെന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഇവിടെ നിലവിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത് മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് വേണ്ടതെന്നും അതുപോലെ നമ്മുടെ ആളുകളെ ബോധവൽക്കരണത്തിലൂടെ ഈ മദ്യം എന്ന വിപത്തുകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുള്ള ഒരു നിലപാട്, ഒരു പ്രായോഗിക സമീപനം എന്ന നിലയിലാണ് മാസാദ്യത്തിലുള്ള ഡ്രൈ ഡേ പ്രഖ്യാപിച്ചത്. അതുപോലെ പുതിയ ബാർ ലൈസൻസുകൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതിന് മാറ്റം വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഗവൺമെന്റിന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമോ ഈ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ മാസത്തിലെ ആദ്യത്തെ ദിവസം മദ്യം ലഭ്യമാക്കുന്നതിന് എതിരെ പ്രവർത്തിക്കും, ഈ ഡ്രൈ ഡേ ഒഴിവാക്കുകയില്ല എന്ന് പറയാൻ സാധിക്കുമോ? അതുപോലെ ബാർ ലൈസൻസുകൾ ഇനി പുതുതായിട്ട് കൊടുക്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഈ രണ്ട് കാര്യത്തില് നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കുമോ? ഇത് പറയാൻ കാരണം സഭയുടെ നിലപാട് ഇവിടെ മദ്യ ലഭ്യത കുറയ്ക്കണം എന്ന് തന്നെയാണ്. അത് സുചിന്തിതമായ കൃത്യമായ നിലപാടാണ്. അതിന് നിങ്ങൾക്ക് നിലപാട് അക്കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ജിൻഡോ, എന്തായാലും പ്രതിപക്ഷം വേണ്ട രീതിയിൽ ഇതിനോടകം തന്നെ ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ നിലയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന വിമർശനങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉയരുന്നത് കണ്ടു. അത് പാർട്ടിയിലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കൊക്കെയാണ് വിരൽ ചൂണ്ടിയത്. ഇതിപ്പോൾ ഉള്ള പിടിവള്ളി പോവുകയും ചെയ്തു. എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ UDF-ന്റെ നിലപാട്? സഭാ നടപടികളൊക്കെ തുടങ്ങാനിരിക്കുന്ന സമയവും കൂടിയാണ്. അല്ല രേണുക, അത് പ്രതിപക്ഷം വേണ്ട രീതിയിൽ ഉപയോഗിച്ചോ എന്നുള്ളതിന് കൃത്യമായിട്ട് തെളിവുകളുണ്ട്. പ്രതിപക്ഷം കൃത്യമായിട്ട് ഈ വിഷയം രാഷ്ട്രീയ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സമര സംഘടനകൾ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സനേജ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ED കണ്ടുകെട്ടുന്ന പണം കള്ളപ്പണമാണെങ്കിൽ AC മൊയ്തീൻ്റെ കയ്യിൽ നിന്ന് കണ്ടുകെട്ടിയ പണവും കള്ളപ്പണമാണ്. അത് എവിടെ നിന്ന് കട്ടുകൊണ്ടുവന്നാണ്, കരുവന്നൂരിൽ നിന്നാണ് എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നതിന് തുല്യമാണ്. രണ്ടാമത്തെ KM മാണിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ വലിയ സങ്കടം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി KM മാണിയെ കോഴമാണി എന്ന് വിളിച്ചത് CPM-കാരല്ല, ഇന്ത്യക്ക് പുറത്തുള്ള വേറെ ആരോ ആണെന്ന്. KM മാണിക്ക് നരകം കിട്ടുമെന്ന് പറഞ്ഞ VS അച്യുതാനന്ദൻ ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. മറ്റൊന്ന്, നോട്ടെണ്ണുന്ന മെഷീൻ കുട്ടിയമ്മയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ CPM-ന്റെ DYF-യുടെ നേതാക്കന്മാരൊക്കെ അതൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളായിരിക്കാം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടി വരും. പിന്നെ ബിജു രമേശിന്റെ ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ബിജു രമേശിന്റെ ആരോപണത്തിന് ശേഷം 8 വർഷമായി കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നു. വിവിധ ഏജൻസികൾ പിണറായി വിജയന്റെ കീഴിലുണ്ട്. ആ അന്വേഷണം എവിടെ വരെ എത്തി? എന്താണ് നിങ്ങളുടെ നിലപാട്? ഇതുവരെ KM മാണിക്കെതിരെയും K ബാബുവിനുമെതിരെയുള്ള അന്വേഷണത്തിൽ നിങ്ങളുടെ നിലപാടുകൾ എന്താണ് എന്ന് നിങ്ങൾ പറയണം. നാളെ ഇതുവരെ തുടരൊരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത നിങ്ങൾ അന്ന് ഉന്നയിച്ച ആ കള്ള പ്രചരണം വീണ്ടും വീണ്ടും വെളുത്ത് വിളമ്പുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. KM മാണിയുടെ മകൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങളുടെ കൂടെ വന്നപ്പോൾ KM മാണി വിശുദ്ധനാക്കപ്പെട്ടു നിങ്ങളുടെ മുമ്പിൽ. പക്ഷെ ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു KM മാണി സാർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നത് നിങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. ഈ രണ്ടാമത്തത്, ബാർ മുതലാളിമാർക്ക് ആനുകൂല്യം കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. 29 ബാർ ഉണ്ടായിരുന്നു, 929 ബാറായിട്ട് ഉയർത്തിയത് നിങ്ങളല്ലേ? ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടിപ്പോയിട്ടും ബാറുകൾ പുതിയതായിട്ട് തുടങ്ങാൻ അനുമതി
അനുമതി കൊടുക്കുന്നത് നിങ്ങളല്ലേ? അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പിന്നെ വിജിലൻസ് അന്വേഷണം നടത്തിയാൽ മതി, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയാൽ മതി നിങ്ങൾ പറഞ്ഞ പോരാ. ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയനാ അല്ലേ? അപ്പൊ ഈ അന്വേഷണത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്ന DYFI മന്ത്രിക്ക് 500 രൂപയുടെ ക്യാമ്പയിൻ, 500 രൂപ അയച്ചു കൊടുത്തുള്ള ക്യാമ്പയിൻ നടത്തുമോ? മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുമോ? അതൊക്കെ പണ്ട് നിങ്ങൾ നടത്തിയാണ് ഇത്തരം ഒരു വാക്കിന്റെ പേരിൽ ഇന്ന് അത് നടത്താനുള്ള ആർജവം DYFI ഉണ്ടോ? അവസാനിപ്പിക്കാം. സീസറുടെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണമെന്ന കോടതി പരാമർശത്തിലാണ് മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ നിരവധി സംശയങ്ങളാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കൂടുതൽ ശക്തമായ അന്വേഷണം ഉണ്ടാകുമോ? അത് നിങ്ങളുടെ കൂടി ആവശ്യമാകുമോ? അല്ല, ഇത് ഒരു കാര്യവുമില്ലാത്തൊരു ആരോപണമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF-ലെ പലരും ഈ ആരോപണം ഏറ്റെടുത്തിട്ടില്ല. രാഷ്ട്രീയ കേരളം ഇത് പുച്ഛത്തോടുകൂടി തള്ളും. ഇവിടെ എന്താ പ്രശ്നം? കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭരണം നഷ്ടപ്പെട്ട UDF, അതിന് നേതൃത്വം പലതരത്തിൽ വിഭ്രാന്തി പെട്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണല്ലോ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കോഴ വാങ്ങിയിരിക്കുന്നു അല്ലേ? എന്തായി ഇപ്പൊ ചർച്ച? ആ കേസിൽ ആരൊക്കെയാണ് പ്രതിയേർക്കപ്പെട്ടത്? ഞാൻ പറയട്ടെ അല്ല, അതിൽ അന്വേഷണം എന്തായി? ആരോഗ്യമന്ത്രിയെ ആരൊക്കെങ്കിലും ഇകഴ്ത്തി കാണിക്കേണ്ട കാര്യമുണ്ടോ? വയറ്റിൽ കത്രികമായിട്ട് പോകുന്ന രോഗികൾ, ആംബുലൻസിലും ICUവിലും പീഡിപ്പിക്കപ്പെടുന്ന രോഗികൾ, കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിക്കുന്ന ആരോഗ്യമന്ത്രിയുടെ ഇമേജ് ഇകഴ്ത്തി കാണിക്കേണ്ട കാര്യമില്ലെന്നേ. അത് CPM-ഉം ആരോഗ്യമന്ത്രിയും തന്നെത്താൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നാണമില്ല ഇത്തരം ആരോപണങ്ങളൊക്കെ പറയാനായിട്ട്? ആ അന്വേഷണം എവിടെ വരെത്തിയെന്ന് നിങ്ങൾ പറയണ്ടേ? നിങ്ങളുടെ തന്നെ ഒരു MLA നാണമില്ലാതെ കോടതി കയറി ഇറങ്ങി. കോടതി, വിജിലൻസ് കോടതി ചോദിച്ചു അതാ നിലമ്പൂരിലെ MLA അൻവറിന്റെ കാര്യമായിരിക്കും താങ്കൾ പറയുന്നത്. ആ രേഖ കയ്യിലുണ്ടെന്ന് പറഞ്ഞത്, ആരോഗ്യമന്ത്രിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് രേഖ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് നിലമ്പൂരിലെ MLA അൻവറ. ആ രേഖ അങ്ങോട്ട് പുറത്തുവിടാൻ പറയും, പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടില്ലേ? അതുപോലെ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം പറഞ്ഞല്ലോ, കള്ളപ്പണത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന പണത്തെ കുറിച്ച്. ആ രേഖയൊക്കെ അങ്ങ് പുറത്തുവിടാൻ പറയുന്നേ. അൻവർ എവിടെയാ? ആഫ്രിക്കയിൽ പോയോ? ഖനിയിൽ പണിയെടുക്കാൻ പോയോ? അൻവറിനോട് രേഖ പുറത്തുവിടാൻ പറയും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്ര പ്രശ്നിക്കണേ? രേഖ പുറത്തുവിട്ട് നടപടി എന്നോട് ക്ഷമിക്കുക ശ്രീ ജിൻഡോ. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അനിമോൻ ഇനി എന്തെങ്കിലും പറയുമോ? ചോദ്യങ്ങൾക്ക് മറുപടി പറയുമോ? കൂടുതൽ വ്യക്തത വരുത്തുമോ? മറ്റാരെങ്കിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമോ? ഏതെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ ഇപ്പോൾ തിരുത്ത്? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും നിറഞ്ഞു നിൽക്കും ബാർക്കോഴ എന്നാണ് തോന്നുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്ന് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം ബാർക്കോഴ വിജിലൻസ് അന്വേഷിച്ചാൽ മതിയോ എന്നതാണ്. മതി എന്ന് പറയുന്നത് 19% പേർ മാത്രമാണ്. പോരാ എന്ന് പറയുന്നത് 78% പേർ. 3 പേർ നിഷ്പക്ഷം. ക്രൈം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകും.